ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ വേണോ? ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തുവെന്നറിയോ? നമുക്ക് കേരളക്കാർ തന്നെ ഇറക്കിയ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വിശ്വസിച്ച് പൈസ കൊടുത്തുകൊണ്ട് ഫോളോസ് വാങ്ങാൻ പറ്റും. വലിയ രീതിയിലുള്ള പൈസ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല, നമുക്ക് കുറഞ്ഞ പൈസ കൊടുത്തുകൊണ്ട് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ സൈറ്റ് വഴി എന്തൊക്കെ കിട്ടുമെന്നറിയോ? നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോസിനെ വാങ്ങാൻ പറ്റും, അതേപോലെ തന്നെ ലൈക്സിനെ കൂട്ടാൻ പറ്റും, വ്യൂസിനെയൊക്കെ കൂട്ടാൻ പറ്റും, അതും കുറഞ്ഞ പൈസ കൊടുത്തുകൊണ്ട്. അതും കേരളക്കാർ ഇറക്കിയ വെബ്സൈറ്റാണ്. ഇതിൽ വാട്സപ്പ് നമ്പർ സപ്പോർട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്യാം. ഇപ്പോൾ ഈ ഇങ്ങനെ പൈസ കൊടുത്ത് ഫോളോസിനെ വാങ്ങാൻ താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ബെനിഫിറ്റ് ആവും. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് അമൽ കൃഷ്ണൻ എന്നാണ്. എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് വെബ്സൈറ്റ്, ഇൻസ്റ്റഗ്രാം ഫോളോസ് ലൈക്സ് ഒക്കെ കൂട്ടുന്ന വെബ്സൈറ്റുകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് സൈറ്റ് പരിചയപ്പെട്ടാലോ. ലെറ്റ്സ് ഗോ ഗൈസ്. അന്നേരം മച്ചന്മാരെ, ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ വാങ്ങാൻ സാധിക്കുന്ന വെബ്സൈറ്റ്. പേര് kerala-booster.com ആണ്. കേരളക്കാർ ഇറക്കിയാണ്. ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കുറഞ്ഞ പൈസയ്ക്ക് ഫോളോവേഴ്സ്, ലൈക്സും വ്യൂസും ഒക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേരള മലയാളികളാണല്ലോ നമ്മളെല്ലാവരും. അപ്പം നമ്മളൊരു ഫോളോവേഴ്സ്, ലൈക്സ് വാങ്ങുമ്പോൾ എന്താണ്, മലയാളികൾ ഇറക്കിയ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങണം. അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. അപ്പോൾ ഇത് കേരളക്കാർ ഇറക്കിയ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാമെന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ മച്ചന്മാരെ, അതിൻ്റെ താഴെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഏറ്റവും താഴെ തന്നെ കാണാൻ സാധിക്കും മച്ചന്മാരെ, അതാണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കണ്ടോ. ക്രിയേറ്റ് അക്കൗണ്ട്, ഈ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം എന്താണ് ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യുക, ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഇവിടെ അടിച്ച സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിലും എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ തന്നെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്ത് സൈനപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. എൻ്റെ പേര് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. ശേഷം നമ്മൾ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ഓക്കെ, നമ്മളിവിടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇനി പാസ്വേഡ് എൻ്റർ ചെയ്യട്ടെ മച്ചാന്മാരെ. ഓക്കെ, നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ശേഷം ഇവിടെ അടിച്ച സെയിം പാസ്വേഡ് തന്നെയാണ് ഞാൻ രണ്ടാമത്തെ ബോക്സിലും എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ എൻ്റർ ചെയ്ത്, നമ്മുടെ പേര് എൻ്റർ ചെയ്ത്, ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത്, പാസ്വേഡ്, നമ്മളൊരു പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത്. അതായത് നിങ്ങളിപ്പോൾ പേടിക്കൊന്നും വേണ്ട. ഇതെന്തോന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയിം എൻ്റർ ചെയ്ത്, ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത്, പാസ്വേഡ് എൻ്റർ ചെയ്ത്, ഇവിടെ അടിച്ച സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിലും എൻ്റർ ചെയ്ത്. ശേഷം വാട്സപ്പ് നമ്പർ കൊടുക്കണമെന്നുണ്ടോ, ഓപ്ഷനിലാണ്, കൊടുക്കണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും താഴെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടോ എന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ടിക്കായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും താഴെ തന്നെ സൈനപ്പ് എന്നുള്ള ആ ഒരു ബട്ടൺ ഉണ്ട് കണ്ടോ, സൈനപ്പ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്കിതിൽ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. അതാണ് ഇവിടെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ നിന്ന് ബ്ലറാക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം കാണിക്കാൻ പറ്റില്ല. എന്താണ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ വരും, ഡെഫിനറ്റ്ലി വാച്ച് ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കണം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ, ഫോളോവേഴ്സ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ലിങ്കൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ്. ഇത് കാണണം കേട്ടോ. ഇത് മുഴുവനായിട്ട് കണ്ടിട്ട് ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴത്തെ. ഓക്കെ, ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നമ്മുടെ ഈ സൈറ്റ് വഴി എങ്ങനെയാണ് ഫോളോവേഴ്സ്, ലൈക്സ് ഒക്കെ ഓർഡർ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശേഷം സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും സർവീസ് എന്ന് കണ്ടോ. ഇത് കണ്ടോ, എഴുതിയിരിക്കുന്നത് എന്താണ്, സർവീസ്. ഓക്കെ, ആ സർവീസിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കണ്ടോ, ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ലൈക്സ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം വ്യൂസ് ഉണ്ട്, യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്താൽ ജസ്റ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഈ പ്രൈസ് 250 ഫോർ 1000. അതായത് 1000 ഫോളോവേഴ്സിന് 250 രൂപയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ 100 ഫോളോവേഴ്സൊക്കെ ആയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് താപ്പോട്ട് നീക്കി വന്നാൽ ലിങ്ക് എന്നുള്ള ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടേണ്ട ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം മാത്രം എൻ്റർ ചെയ്താൽ മതി. ലിങ്ക് കൊടുക്കണമെന്നില്ല, യൂസർ നെയിം എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, താഴെ ക്വാണ്ടിറ്റി എന്നുള്ള ബോക്സ് കണ്ടോ മച്ചന്മാരെ. ഈ ഒരു ക്വാണ്ടിറ്റി എന്നുള്ള ബോക്സിൽ എത്ര ഫോളോവേഴ്സാണ് വേണ്ടതെന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനാണ് ഇവിടെ 1000 എൻ്റർ ചെയ്യുമ്പോൾ കണ്ട താഴെ 1000 എൻ്റർ ചെയ്യുമ്പോൾ കണ്ട താഴെ 280 അറസാണ് 1000 ഫോളോവേഴ്സിന്. അല്ല, 250 വന്നില്ലേ. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 50 ഫോളോവേഴ്സായിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്യും. ഇവിടെ 50 ഫോളോവേഴ്സ് 50 ഫോളോവേഴ്സിന് എത്രയാണ്, 14 രൂപയുള്ളൂ 50 ഫോളോവേഴ്സിന്. കണ്ടോ, കൊതുകൊക്കെ വന്ന് കൈ കടിക്കുന്നു. അപ്പം 500 ഫോളോവേഴ്സിനോ 140, 10,000 ഫോളോവേഴ്സിനോ 2800. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് സംഭവം. ഇനി നമ്മൾ മേളിൽ നിന്ന് നീക്കിയിട്ട് സർവീസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റഗ്രാം ലൈക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ 60 രൂപയേ ഉള്ളൂ 1000 ലൈക്സിന്.
1000 ലൈക്സിന് 60 രൂപയെ വരുന്നുള്ളൂ. നമുക്കിവിടെ ലിങ്ക് എന്നുള്ള ബോക്സിൽ ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്ക് കൊടുക്കാം. എന്നിട്ട് ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് എത്ര ലൈക്സ് ആണോ വേണ്ടത് അത് എൻ്റർ ചെയ്തിട്ട് ഈ ടൈംസ് അങ്ങ് ബോക്സ് ടിക്ക് ചെയ്ത് പ്ലേസ് ഓർഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ഇവിടെ സർവീസ് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം വ്യൂസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലിങ്ക് എന്നുള്ള ബോക്സിനകത്ത് നിങ്ങൾ ഏത് വീഡിയോയ്ക്കാണോ വ്യൂസ് കൂട്ടാൻ പോകുന്നത് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്ര കാര്യമുള്ളൂ. അപ്പോൾ എനിക്ക് ഇനി നിങ്ങളോട് വ്യക്തമായിട്ട് കുറച്ച് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യണം. ഈ സൈറ്റിൽ കണ്ടോ, ഇവിടെ കണ്ടോ കറൻറ്റ് ബാലൻസ് 0 ആണ്. കറൻറ്റ് ബാലൻസ് 0. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് കൊതുക് അടിക്കുന്നു കേട്ടോ, അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡെപ്പോസിറ്റ് നൗന്നുണ്ട്. ഈ ഡെപ്പോസിറ്റ് നൗവിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരാം. എന്നാൽ തന്നെ ഞാൻ ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാന്ന്, ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ, പേടിഎം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ജസ്റ്റ് താപ്പോട്ട് നീക്കഴിഞ്ഞതാണ്ട് ഈ ഒരു വീഡിയോ കാണണം, ഹൗ ടു ആഡ് ഫണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയും, അതായത് ഗൂഗിൾ പേ വഴിയും പേടിഎം വഴിയും ഫോൺ പേ വഴി എങ്ങനെ ഈ സൈറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാമെന്നുള്ള ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൺ പേ വഴി ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ QR ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ശേഷം ഒന്ന് മേലോട്ട് സ്ക്രോൾ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഫോൺ പേ ഓൺ ആക്കുകയാണ് ഞാൻ. ലോക്ക് അടിക്കുന്നു. എന്നാൽ നമ്മൾ QR അപ്ലോഡ് ചെയ്യുന്ന അവിടെ സെക്ഷൻ എടുക്കുക. അപ്ലോഡ് QR, ഈ എഴുതിയിരിക്കുന്ന അപ്ലോഡ് QR ക്ലിക്ക് ചെയ്യുക. ശേഷം ഫസ്റ്റ് നമ്മുടെ QR കിടപ്പുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് കിടക്കുന്ന QR ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഞാൻ 1000 ഫോളോസാണ് ഓർഡർ ചെയ്യുന്നത്. അതിന് വേണ്ടി 250 പേയ്മെൻറ്റ് ആഡ് ആക്കുന്നത്. അതിന് വേണ്ടി 280 എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് പ്രൊസീഡ് ടു പേയ്നകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് പേ കൊടുക്കുകയാണ്. ഓക്കെ, UPI പിന്നാണ്, ഇതെനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ UPI പിൻ എൻ്റർ ചെയ്യട്ടെ. ഓക്കെ, UPI പിൻ എൻ്റർ ചെയ്ത് അതിന് ശേഷം ടിക്ക് കൊടുക്കുന്നു. പേയ്മെൻറ്റ് സെൻഡ് ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ, പേയ്മെൻറ്റ് ഡൺ ആയിട്ടുണ്ട്. പേയ്മെൻറ്റ് ഡൺ ആയിട്ട് പേടിഎം ഫോൺ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ സൈറ്റിലോട്ടൊന്ന് പോയി നോക്കിയാണ്. ഇവിടെ പറയുന്നുണ്ട് അവർ, കൊതുക് കാട്ടി വന്നിരുന്ന് വീഡിയോ ചെയ്താലുള്ള കുഴപ്പം ഇതാ മച്ചന്മാർ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോൺ പേ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട UTR ID ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ തിരിച്ച് നമ്മുടെ ഫോൺ പേയിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ കണ്ടോ UTR ID താഴെ എഴുതിയേക്കുന്നതാണ് UTR ID. ഈ ID കോപ്പി ചെയ്യാൻ വേണ്ടി സൈറ്റ് കോപ്പി ബട്ടൺ ഉണ്ട്. കണ്ടോ, ഈ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോപ്പിയായി. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ സൈറ്റിൽ വരിക. എന്നിട്ട് ഈ ഫസ്റ്റ് ബോക്സ് UPI ട്രാൻസാക്ഷൻ നമ്പർ ആഡ് ചെയ്യേണ്ട ഈ ഫസ്റ്റ് ബോക്സിനകത്ത് ആ നമ്പർ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. അമർത്തി പിടിച്ചാൽ പേസ്റ്റ് എന്ന് പറഞ്ഞ് വരിക. ആ പേസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്പർ ഇവിടെ പേസ്റ്റ് ആവും. ശേഷം എമൗണ്ട് എന്നുള്ള താഴത്തെ ബോക്സിൽ എത്രയാണോ നമ്മൾ എമൗണ്ട് ആഡ് ചെയ്താൽ അത് എൻ്റർ ചെയ്യുക. ഇപ്പം നിങ്ങൾ ഫോൺ പേ വഴി 250 ആഡ് ചെയ്തിട്ട് ഇവിടെ വന്ന് 500 അടിക്കരുത്, എററായി പോകും. പിന്നെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കറക്റ്റായിട്ട് പേയ്മെൻറ്റ് എൻ്റർ ചെയ്യുക. ഞാൻ ഇപ്പോൾ 250 ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ 280 എന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ UTR ID എൻ്റർ ചെയ്തു, 250 എൻ്റർ ചെയ്തു. ശേഷം നമ്മൾ ഇവിടെ കാണുന്ന പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഫണ്ട് ആഡ് സക്സസ്. അപ്പോൾ ഒരു ഫ്യൂ സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇത് കണ്ട ഈ ബാലൻസിൽ ഫണ്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, പേടിഎം വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ UPI RF നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഗൂഗിൾ പേ വഴി ചെയ്യുമ്പോൾ UPI ട്രാൻസാക്ഷൻ ID ഇവിടെ എൻ്റർ ചെയ്യുക, പേയ്മെൻറ്റ് എത്രയാണെന്ന് എൻ്റർ ചെയ്യുക. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഈ ഒരു സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദാണ്ട ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഡെപ്പോസിറ്റ് നൗന്നുണ്ട്. ദാണ്ട പേയ്മെൻറ്റ് കറൻറ്റ് ബാലൻസ് 250 വന്നിട്ടുണ്ട്. ദാണ്ട 250 ആഡ് ആയിട്ടുണ്ട്. ദാണ്ട ഡെപ്പോസിറ്റ് നൗവിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏറ്റവും താഴോട്ട് വന്നാൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് പേടിഎം വഴി പേയ്മെൻറ്റ് ആഡ് ചെയ്യാം, ഫോൺ പേ വഴി പേയ്മെൻറ്റ് ആഡ് ചെയ്യാം, ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ആഡ് ചെയ്യാം. അത് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി 250 ആഡായില്ല, 250 രൂപ ആഡായി. ഇനി എങ്ങനെ ഫോളോസിനെ ഓർഡർ ചെയ്യാമെന്ന് പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൈറ്റിൽ വരിക, സ്ക്രോൾ ചെയ്യുക, സർവീസ് എന്ന് എഴുതിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എന്നുള്ള ഫസ്റ്റത്തെ സെലക്ട് ചെയ്യുക. ശേഷം താഴോട്ട് നീക്കുക. നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോസ് കൂട്ടേണ്ടത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ലിങ്ക് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫോളോസ് കൂട്ടാൻ നേരത്ത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുക്കണമെന്നില്ല. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ കൃത്യം യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ലിങ്ക് എന്നുള്ള ബോക്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ,
നിങ്ങളും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം, എന്നാലേ ഫോളോവേഴ്സ് കയറൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കയറൂ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. എന്നിട്ട് താഴെ ക്വാണ്ടിറ്റി എത്രയാണ്, എനിക്കിപ്പോൾ 1000 ഫോളോവേഴ്സാണ് വേണ്ടത്. 1000 ഫോളോവേഴ്സിന് 250, നമ്മൾ 250 ആഡ് ചെയ്തല്ലോ. അപ്പോൾ 1000 എൻ്റർ ചെയ്ത് ശേഷം താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്ലേസ് ഓർഡർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ ഓർഡർ ഡൺ ആവും. കണ്ടോ, സക്സസ് എന്നാവും, ചെറിയ രീതി എഴുതി കാണിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ കണ്ടോ മേലി ഓർഡർ റിസീവ്ഡ് എന്ന് ഒരു ഓക്കെ കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കറൻറ്റ് ബാലൻസ് 0 ആവും. കണ്ടോ, ഫണ്ടൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ കയറാൻ തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടി 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഓർഡേഴ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓർഡർ താണ്ട് ഇവിടെ ഇൻ പ്രോഗ്രസ്സിലായി. അപ്പോൾ ഒരു 6 മിനിറ്റിൻ്റെ ഉള്ളിൽ കയറാൻ തുടങ്ങും. 6-10 മിനിറ്റിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടായി തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇത് കേരള ബൂസ്റ്റർ എന്ന് എഴുതിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ ഹോം പേജിലേക്ക് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഫോളോവേഴ്സും ലൈക്സും ഒക്കെ കൂട്ടാം. പിന്നെ ഇവിടെ ഇൻസ്റ്റഗ്രാം ലൈക്സ് കൂട്ടാൻ നേരത്ത് ഫോട്ടോയുടെ ലിങ്ക് ആട്ടോ ഇവിടെ കൊടുക്കേണ്ടത്. ഇൻസ്റ്റഗ്രാം വ്യൂസ് കൂട്ടാൻ നേരത്ത് റീലിൻ്റെ ലിങ്ക് ആട്ടോ കൊടുക്കേണ്ടത് ഇവിടെ. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്ത് ലിങ്ക് എന്നുള്ള ബോക്സ് ഇൻസ്റ്റഗ്രാം ഏത് അക്കൗണ്ടിലേക്കാണ് ഫോളോവേഴ്സ് കൂട്ടുന്നത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം. പബ്ലിക് ആണെങ്കിൽ മാത്രമേ ഫോളോവേഴ്സ് കയറുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഉപയോഗിക്കുക, ഫോളോവേഴ്സിനെ പൈസ കൊടുത്ത് വാങ്ങുക. അപ്പോൾ ഇതിന് നല്ല കിടിലൻ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ വരാം. ഈ വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ഈ വെബ്സൈറ്റിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗായ്സ്. ഓക്കെ.